വ്യൂവേഴ്സ് എല്ലാവർക്കും നമസ്കാരം. സച്ചിയുടെയും രേവതിയുടെയും ഇനി വരാനിരിക്കുന്ന ആ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് പോയാലോ? അങ്ങനെതാ നമ്മുടെ സച്ചി ആണെങ്കിൽ ഭയങ്കര കടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. സച്ചിക്ക് മര്യാദക്ക് വണ്ടി ഓടിക്കാൻ പോലും പറ്റുന്നില്ല. അത്ര കണ്ട് ടെൻഷനും പ്രഷറും ഒക്കെ അടിച്ച് നമ്മുടെ സച്ചി ആണെങ്കിൽ വലിയൊരു സംഘർഷത്തിലൂടെ കടന്നു പോകുമ്പോഴത്തേക്കിനും സച്ചിയുടെ ഈ ഒരു കടബാധ്യതകളെ കുറിച്ചൊക്കെ നമ്മുടെ രേവതി അറിഞ്ഞു. അങ്ങനെ ഫിനാൻസറുടെ കടവും അതുപോലെ തന്നെ സച്ചിയുടെ ബാധ്യതകളും ഒക്കെ തീർക്കണം. അതിനു വേണ്ടിയിട്ട് താൻ ഇങ്ങനെ പൂ മാത്രം കെട്ടിക്കൊണ്ടിരുന്നാൽ ശരിയാവില്ലല്ലോ. എന്തെങ്കിലും ചെയ്ത് തൻ്റെ കെട്ടിയോനെ സഹായിക്കണമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് രേവതി ആണെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചു. അപ്പം അവളുടെ കയ്യിലാണെങ്കിൽ കുറച്ചധികം പൈസ ഈ പൂ കെട്ടിയൊക്കെ ഉണ്ടാക്കിയത് പുള്ളിക്കാരി ഇങ്ങനെ സേവിങ്സ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഈ പൈസ കൊണ്ടുപോയി സച്ചിക്ക് കൊടുത്താലോ, ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ വാങ്ങുമോ എന്നുള്ളൊരു ടെൻഷനൊക്കെ നമ്മുടെ രേവതിക്ക് ഉണ്ട്. അങ്ങനെ രേവതി സച്ചി ഈ പൈസ വാങ്ങിച്ചില്ലെങ്കിൽ അതൊരു വിഷയമാകുമല്ലോ. അതുകൊണ്ട് മുഴുവൻ തുകയും താൻ പണിയെടുത്തുണ്ടാക്കിയിട്ട് ആ പൈസ കൊണ്ടുപോയി സച്ചിയുടെ കടം തീർക്കാമെന്നുള്ളൊരു തീരുമാനത്തിൽ അവൾ എത്തുകയാണ്. അങ്ങനെ നമ്മുടെ വർഷയെ വിളിച്ചു. അപ്പോൾ വർഷയാണെങ്കിലോ എന്താ ചേച്ചി വിളിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അതെ എനിക്ക് എന്തെങ്കിലും ഒരു ജോലി ശരിയാക്കി തരാമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ തന്നെ വർഷ പറഞ്ഞു, എന്താ ചേച്ചി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പം അത് എനിക്കിപ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് സാമ്പത്തികമായിട്ട് കുറച്ച് പൈസയൊക്കെ വേണം. അതുകൊണ്ട് ആ ഒരു ബാധ്യതയൊക്കെ തീർക്കാനായിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് ഇവള് കാര്യങ്ങൾ മുഴുവനും വർഷയുടെ അടുത്ത് സംസാരിച്ചു. അപ്പോൾ വർഷയാണെങ്കിലോ, ചേച്ചി ഞാനൊരു കാര്യം പറയട്ടെ, ചേച്ചിക്ക് അന്ന് ഡബ്ബിങ് ചെയ്തതല്ലേ, അപ്പോൾ ചേച്ചിക്ക് ആ ഒരു ഫീൽഡ് ഒന്നുകൂടെ നോക്കാവോ എന്ന് ചോദിക്കുക. എപ്പോഴൊന്നും വരുമൊന്നും വേണ്ട, ഞാൻ വിളിക്കാം, വിളിക്കുന്ന സമയത്ത് ചേച്ചി ഒന്ന് വന്നാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ രേവതിക്ക് വേണ്ടിയിട്ട് നമ്മുടെ വർഷ അവിടുത്തെ ഉള്ള ആ ഒരു മാനേജറുടെ അടുത്ത് സംസാരിച്ചിട്ട് ഒരു അവസരം വാങ്ങിച്ചു കൊടുക്കുകയാണ്. അപ്പം ഇന്നാള് നമ്മുടെ രേവതി വർഷയുടെ സ്റ്റുഡിയോയിൽ പോയി ഡബ് ചെയ്തതാണല്ലോ. അങ്ങനെ ആ ഒരു കാര്യമൊക്കെ അറിയാവുന്നത് കൊണ്ട് തന്നെ അയാൾ സമ്മതിക്കുകയാണ്. അങ്ങനെ പല ദിവസങ്ങളിലൊക്കെ ആയിട്ട് വർഷ വിളിക്കുന്ന സമയത്ത് മുഴുവനും നമ്മുടെ രേവതി ആ വീട്ടിൽ നിന്നും പടിയിറങ്ങുകയാണ്. അപ്പോൾ ഇതൊക്കെ നടക്കുമ്പോഴത്തേക്കിനും ചന്ദ്രയ്ക്ക് നല്ല ദേഷ്യമൊക്കെ ഉണ്ട് കേട്ടോ. ചന്ദ്ര പറയുന്നുണ്ട്, രാവിലെ ആകുമ്പോൾ അങ്ങ് ഇറങ്ങിപ്പോയാൽ മതിയല്ലോ, ഈ വീട്ടിലെ ജോലികൾ മുഴുവനും ഇപ്പം എൻ്റെ തലയിലാണ്, നിനക്ക് വല്ലതും അറിയണമെന്നൊക്കെ ചോദിക്കുമ്പം രേവതി ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. അല്ല നീ എങ്ങോട്ടാ പോകുന്നതെന്നെങ്കിലും ഒരു വാക്ക് പറയാലോ എന്നൊക്കെ ചോദിക്കുമ്പം അന്നേരം രേവതി പറഞ്ഞു, അമ്മ എനിക്ക് അമ്പലത്തിൽ പോകാനുണ്ട്, അല്ലെങ്കിൽ പൂ കെട്ടുന്ന സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഓരോരോ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളിക്കാരി അവിടുന്ന് പോകുന്നത്. അങ്ങനെ പല തവണകൾ ആയിട്ട് രേവതി ഇങ്ങനെ പോയിട്ട് ഡബ് ചെയ്തിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ക്യാഷ് ഏൺ ചെയ്യാണ്. ഈ പൈസയൊക്കെ ആയിട്ട് അവൾ നേരെ പോവുക നമ്മുടെ ആ ഒരു ഫിനാൻസറെ കാണാൻ വേണ്ടിയിട്ട്. എങ്ങനെയെങ്കിലും തൻ്റെ കെട്ടിയോൻ്റെ കടമൊക്കെ തീർക്കണം, ഇത് മാത്രമാണ് രേവതിയുടെ ചിന്ത. അങ്ങനെ അയാൾക്ക് കൊടുക്കാനുള്ള പൈസ മുഴുവനും കൊടുത്തിട്ട് ഇവളാണെങ്കിൽ ആ ഒരു ബാധ്യതകളൊക്കെ തീർത്തു. പിന്നീട് നമ്മുടെ രേവതി തിരിച്ച് വീട്ടിൽ വരികയാണ്. ഈ സമയത്താണെങ്കിലോ സച്ചിക്കാണെങ്കിലും എങ്ങനെയെങ്കിലും ഈ കടം തീർക്കണം. അതിന് സച്ചി വീണ്ടും പല ആൾക്കാരോടൊക്കെ ആയിട്ട് കടമൊക്കെ വാങ്ങിച്ചിട്ട് ആ പൈസയൊക്കെ ഒപ്പിച്ചിട്ട് ഫിനാൻസറുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ഫിനാൻസർ ആണെങ്കിലും, എന്താ സച്ചി എന്താ വന്നതെന്ന് ചോദിക്കുമ്പം, അല്ല ഞാൻ പൈസ തരേണ്ടതാണല്ലോ, തരാൻ ഇച്ചിരി വൈകിപ്പോയി ചേട്ടാ, എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി ആ കാശൊക്കെ എടുത്ത് ആ ടേബിളിലേക്ക് വെക്കുകയാണ്. അല്ല സച്ചി നീ എന്തിനിപ്പോൾ എനിക്ക് കാശ് തരുന്നത്, നീ തരാനുള്ള പൈസയൊക്കെ നിന്റെ ഭാര്യ കൊണ്ടുവന്ന് തന്നല്ലോ എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചത് നീ കൊണ്ടുവന്ന് തന്നതാ, നീ കൊടുത്തിട്ടായിരിക്കും അവളിവിടെ കൊണ്ടുവന്ന് തന്നതെന്നാ ഞാൻ കരുതിയതെന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് രേവതി ഈ പൈസയൊക്കെ അടച്ച കാര്യമൊക്കെ സച്ചി അറിയുന്നത്. അയ്യോ ഞാൻ അറിഞ്ഞില്ല സാറേ എന്നും പറഞ്ഞിട്ട് നമ്മുടെ സച്ചി അവിടെ നിങ്ങൾ പോരുക കേട്ടോ. പിന്നീടാണെങ്കിൽ രേവതിയുടെ അടുത്ത് വന്നിട്ട് സച്ചി പറഞ്ഞു, അതെ നിനക്ക് എവിടുന്ന ഇത്രയും പൈസയൊക്കെ കിട്ടിയത്, നീ എങ്ങനെയാണ് അയാളുടെ കടമൊക്കെ തീർത്തത് എന്നൊക്കെ ചോദിക്കുമ്പം, അത് ഞാൻ പറയാം, നിങ്ങളൊന്ന് സമാധാനപ്പെട്, നിന്നോട് ആരാടി പറഞ്ഞത്, എൻ്റെ ബാധ്യത അത് ഞാൻ തീർത്തോളും, അല്ലാതെ അതൊന്നും തീർക്കേണ്ട ആവശ്യവും അതിൻ്റെ ചുമതലയൊന്നും ഞാൻ നിന്നെ ഏൽപ്പിച്ചിട്ടില്ലല്ലോ. അങ്ങനെ തങ്ങളിൽ ഒരു ബന്ധവും ഇല്ലാത്ത പോലെയൊക്കെ നമ്മുടെ രേവതിയോട് സച്ചി ഇങ്ങനെ ഹാർഷായിട്ട് പെരുമാറുകയാണ്. ഈ സമയത്താണെങ്കിലോ ഞാൻ നിങ്ങൾ കിടന്ന് കഷ്ടപ്പെടുന്നതും നിങ്ങളുടെ സങ്കടമൊക്കെ കണ്ടപ്പം എനിക്ക് ഒട്ടും ഇരുക്കിപ്പുറത്ത് ഉണ്ടായിട്ടല്ല, ഞാൻ പല പരിപാടികളൊക്കെ ചെയ്തിട്ടാണ് ഇത്രയും പൈസയൊക്കെ അറേഞ്ച് ചെയ്തത്. സത്യം പറയേ, നീ ഈ പൂ കെട്ടിയാൽ മാത്രം ഇത്രയും പൈസയൊക്കെ നിനക്ക് കിട്ടുമോ എന്ന് ചോദിച്ചു. അങ്ങനെ സച്ചി ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്താണെങ്കിലും നമ്മുടെ രേവതി ഡബ് ചെയ്ത ആ ഒരു സീരിയൽ അവിടെ വരികയാണ്. അപ്പോൾ ഈ സീരിയലിൻ്റെ ശബ്ദമൊക്കെ കേട്ട് നമ്മുടെ ചന്ദ്രമതിയൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ടിരുന്ന് എൻജോയ് ചെയ്ത് കാണുക കേട്ടോ. ചന്ദ്രയ്ക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു.
നല്ല സൗണ്ടാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നമ്മുടെ സച്ചി ആണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഒരു ദിവസം നമ്മുടെ രേവതിയുടെ അടുത്ത് പറയുകയും ചെയ്തതാണ്, ഈ സൗണ്ട് നിന്റെ സൗണ്ടുമായിട്ട് നല്ല മാച്ചാണല്ലോ, അങ്ങനെയൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തതാ. അപ്പം നമ്മുടെ രേവതി ആണെങ്കിൽ നിങ്ങൾ ഈ സൗണ്ട് ഒന്ന് സൂക്ഷിച്ച് കേട്ട് നോക്ക്, അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ എന്ത് ജോലിയാണ് ഇപ്പോൾ എടുക്കുന്നത് എന്നുള്ള കാര്യം. അങ്ങനെ സച്ചി അത് നല്ലതുപോലെ കേൾക്കുന്ന സമയത്താണ് ഇത് നീ ഡബ് ചെയ്തതാണോ എന്ന് ചോദിക്കുന്നത്. അതെ, ഞാൻ തന്നെയാണ്, ഞാൻ ഡബ് ചെയ്തതാ, എനിക്കിപ്പോൾ ഒരുപാട് അവസരങ്ങളൊക്കെ ഉണ്ട്, എനിക്ക് വർഷയാണ് ഇങ്ങനെയുള്ളൊരു കാര്യമൊക്കെ ചെയ്തു തന്നതും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സച്ചിക്ക് ഒരുപാട് സന്തോഷമായി. സച്ചിയാണെങ്കിലോ തന്നെ സഹായിച്ചതിന് എന്താ പറയുക, രേവതിയോട് നന്ദി പറയുകയാണ്. ഒരുപാട് സന്തോഷത്തിൽ നമ്മുടെ സച്ചി രേവതിയെ കെട്ടിപ്പിടിക്കുക കേട്ടോ. എന്തായാലും നമ്മുടെ സച്ചി ആഗ്രഹിക്കുന്നത് പോലെ തന്നെ രേവതി ഒരുപാട് ഉയരങ്ങളിലേക്കൊക്കെ എത്തും. അതിനെത്താനായിട്ടുള്ള കഴിവും പ്രാപ്തിയും ഒക്കെ നമ്മുടെ രേവതിക്ക് ഉണ്ട് എന്നൊക്കെ കാണിച്ചുകൊണ്ടാണ് ആ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ആകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ. എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ.